കേരള സർവകലാശാല രജിസ്ട്രാർക്ക് സസ്പെൻഷൻ. കേരള സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാറിനെ വൈസ് ചാൻസലർ സസ്പെൻഡ് ചെയ്തു. ഗവർണറുടെ പരിപാടി അലങ്കോലമാക്കിയതിനാണ് നടപടി. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് പ്രജിത് മോഹനൻ ചേരുന്നു. പ്രജിത്ത, നേരത്തെ തന്നെ വൈസ് ചാൻസലർ രജിസ്ട്രാറുടെ വിശദീകരണം തേടിയിരുന്നു. ആദ്യമൊരു മറുപടി നൽകി, അത് തൃപ്തികരമല്ല എന്നറിയിച്ചു. പിന്നീട് രണ്ടാമതും വിശദീകരണം തേടി. താൻ ഇടപെട്ടതിൽ യാതൊരു തെറ്റുമില്ല എന്ന നിലപാടിൽ ഉറച്ച് നിൽക്കുകയായിരുന്നു. പ്രജിത്തിലേക്ക് വരാം. സർവകലാശാല രജിസ്ട്രാറുടെ സസ്പെൻഷനിൽ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പ്രതികരിക്കുന്നു. തത്സമയ സംപ്രേഷണത്തിലേക്ക്. രജിസ്ട്രാർ നിയമനം പൂർണ്ണമായും സർവകലാശാല ആക്റ്റും സ്റ്റാറ്റ്യൂട്ടും അനുസരിച്ച് സിൻഡിക്കേറ്റിൽ നിക്ഷിപ്തമാണ്. അതുകൊണ്ട് ഡെപ്യൂട്ടി രജിസ്ട്രാർ മുതൽ മുകളിലോട്ടുള്ള സ്റ്റാറ്റ്യൂട്ടറി ഓഫീസർമാരെ നടപടിയെടുക്കാൻ ഉള്ള അവകാശം സർവകലാശാല നിയമം സിൻഡിക്കേറ്റിനാണ് തന്നിട്ടുള്ളത്. അതിവിടെ ലംഘിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നിയമവിരുദ്ധമായ കേരള സർവകലാശാലയുടെ വൈസ് ചാൻസലറുടെ താൽക്കാലിക ചുമതലയുള്ള ഡോക്ടർ മോഹൻ കുന്നുമ്മൽ അദ്ദേഹത്തിനുള്ള 1030 പദവി ഉപയോഗിച്ച് സർവകലാശാല രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തത് സിൻഡിക്കേറ്റ് അംഗീകരിക്കുന്നില്ല. രജിസ്ട്രാർ കേരള സർവകലാശാല രജിസ്ട്രാറായി ഡോക്ടർ KS അനിൽകുമാർ നാളെയും ഈ ഓഫീസിൽ എത്തും. അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി നിർവഹിക്കും. VC-യുടെ ഈ ഉത്തരവിന് ഞങ്ങൾ സിൻഡിക്കേറ്റ് കീറ കടലാസിൻ്റെ പദവിയെ നൽകുന്നുള്ളൂ. ഇത് സർവകലാശാലയുടെ ചവറ്റുകൊട്ടയിലേക്ക് ഇടും എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. മറ്റൊന്ന്, RSSൻ്റെ ചട്ടുകമായി കേരള യൂണിവേഴ്സിറ്റിയെ ഉപയോഗിക്കാൻ സർവകലാശാല വൈസ് ചാൻസലറുടെ താൽക്കാലിക ചുമതലയുള്ള ഡോക്ടർ മോഹൻ കുന്നുമ്മൽ തീരുമാനിച്ചാൽ അത് ഈ കേരള സർവകലാശാലയിൽ നടക്കില്ല എന്നുകൂടി ഈ അവസരത്തിൽ ഞങ്ങൾ അറിയിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, സർവകലാശാല വൈസ് ചാൻസലർക്ക് ആക്ട് അനുസരിച്ച് സെക്ഷൻ 1030 അദ്ദേഹത്തിന് ഉപയോഗിക്കാം. എവിടെ ഉപയോഗിക്കുന്നത്? അച്ചടക്ക നടപടികൾക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്ന് കൃത്യമായി പറയുകയാണ്. അതാണ് ഇവിടെ ലംഘിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഈ ഉത്തരവിന്, രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഈ ഉത്തരവിന് കീറ കടലാസിൻ്റെ പദവിയേ ഉള്ളൂ. രജിസ്ട്രാർ നാളെയും കേരള സർവകലാശാലയുടെ രജിസ്ട്രാറായി തുടരും. സിൻഡിക്കേറ്റാണ് അദ്ദേഹത്തെ രജിസ്ട്രാറായി നിയമിച്ചത്. സിൻഡിക്കേറ്റ് തീരുമാനിക്കും അദ്ദേഹം തുടർന്നും രജിസ്ട്രാറായി പോകണമെന്ന്. VC-യുടെ ഒരു അനുമതിയില്ലാതെ VC സസ്പെൻഡ് ഉദ്യോഗസ്ഥന് ഇവിടെ തുടരാൻ കഴിയും? അത് നിയമം അനുവദിക്കുന്നുണ്ടോ? അല്ല, സർവകലാശാല നിയമം VC-ക്ക് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാനില്ലല്ലോ. അല്ല, സർവകലാശാല നിയമം വൈസ് ചാൻസലർക്കും ചാൻസലർക്കും എല്ലാവർക്കും ബാധകമാണ്. ഇല്ലാത്ത ഒരു അധികാരം വൈസ് ചാൻസലർ ഉപയോഗിക്കാൻ കഴിയൂ? അദ്ദേഹത്തിന് ഇല്ലാത്തൊരു അധികാരം ഉപയോഗിച്ച് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്താൽ ആ സസ്പെൻഷൻ നിയമപരമല്ലാത്തൊരു സസ്പെൻഷൻ വൈസ് ചാൻസലർ നടത്തിയാലും അത് അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് രജിസ്ട്രാറായി തന്നെ നാളെ KS അനിൽകുമാർ തുടരും. കാരണം ഈ ഉത്തരവിന് നിയമപരമായി ഒരു വിലയും ഇല്ല സർവകലാശാലയെ സംബന്ധിച്ച്. ഈ സിൻഡിക്കേറ്റ് ചേരാത്ത അദ്ദേഹത്തിന്റെ അധികാരം ഉപയോഗിച്ച് അതല്ല ഞാൻ പറഞ്ഞ നടപടികൾ സ്വീകരിക്കാൻ അധികാരമില്ലല്ലോ. ഇല്ല, അതാ പറഞ്ഞ 1030 ഉപയോഗിക്കാൻ പുള്ളിക്ക്. അവശ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് സർവകലാശാല VC-ക്ക് നൽകിയിട്ടുള്ള പ്രത്യേക അധികാരമാണത്. അതുപയോഗിച്ച് പരിശോധനകൾ ഏറെ നടത്തേണ്ട ഒരു വിഷയത്തിൽ തീരുമാനമെടുക്കാൻ അദ്ദേഹത്തിന് അധികാരമില്ല. അധികാരമില്ലാത്ത ഒരു കാര്യം ചെയ്താൽ അതിനെ ചോദ്യം ചെയ്യുക എന്നുള്ളതേ ചെയ്യാൻ കഴിയൂ. അതുകൊണ്ട് ആക്റ്റും സ്റ്റാറ്റ്യൂട്ടും ഈ സർവകലാശാലയിൽ പാലിക്കപ്പെടണം എന്നുള്ളതാണ് സിൻഡിക്കേറ്റിൻ്റെ നിലപാട്. അതുകൊണ്ടാണ് രജിസ്ട്രാർ വീണ്ടും ആ പദവിയിൽ തുടരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇനി 1030 വെച്ചിട്ട് മറ്റേതെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചാലും സിൻഡിക്കേറ്റിന് അത് അംഗീകരിക്കണമെന്നില്ല, തള്ളിക്കളയാം. അതും ആക്റ്റും സ്റ്റാറ്റ്യൂട്ടും പറയുന്നുണ്ട്. 1030 അംഗീകരിക്കണമോ വേണ്ടയോ എന്ന് കൂടി ഈ ഭാരതാംബ വിഷയത്തിൽ സർക്കാരിന്റെ നിലപാടിനനുസരിച്ചാണ് രജിസ്ട്രാറുടെ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. അല്ല, ഇവിടെ ഇപ്പോൾ ഭാരതാംബ വിഷയമോ മറ്റു വിഷയമോ അല്ല. രജിസ്ട്രാർക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള പരാതികൾ ഉണ്ടായാൽ
ആ പരാതികൾ ചർച്ച ചെയ്യാൻ ഒരു ജനാധിപത്യ വേദി കേരള സർവകലാശാലയിൽ ഉണ്ടല്ലോ. ആ ജനാധിപത്യ വേദിയിൽ ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനമെടുക്കാമല്ലോ. എന്ത് വിഷയത്തിൻ്റെ പേരിലാണെങ്കിലും ഏകപക്ഷീയമായി തീരുമാനമെടുക്കുന്നത് നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കലാണ്. അത് അംഗീകരിക്കാൻ കഴിയില്ല സർവകലാശാലയിൽ. സിൻഡിക്കേറ്റ് യോഗം വിളിക്കാൻ പരിപാടിക്ക് എത്തിയതിനു ശേഷമാണ് ഈ ലെറ്റർ അയക്കുന്നത്. അതായത് ഈ പരിപാടി അല്ല, അതെ, അതുൾപ്പെടെയുള്ള ഏത് വിഷയങ്ങളും ബഹുമാനപ്പെട്ട വൈസ് അത് ആയിക്കോട്ടെ. അല്ല, അത് സുഹൃത്തെ, അതുൾപ്പെടെയുള്ള ഏത് വിഷയങ്ങളും അതെ പറയട്ടെ, ആയിക്കോട്ടെ, അതുൾപ്പെടെയുള്ള ഏത് വിഷയങ്ങളും ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ട, സമൂഹത്തിന് മാതൃകയാകേണ്ട ഒരു വലിയ സ്ഥാപനമാണ് സർവകലാശാല. ആ ചർച്ച തന്നെ പാടില്ല എന്ന് തീരുമാനിക്കുന്ന ജനാധിപത്യ വിരുദ്ധതയെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ചർച്ച ചെയ്യണമെന്നാണ്. ചർച്ച ചെയ്യട്ടെ, സിൻഡിക്കേറ്റിൽ ചർച്ച ചെയ്യാം. എന്തും ഏത് ഉദ്യോഗസ്ഥനെതിരെയും ഏത് നടപടി സ്വീകരിക്കുന്നതിന് മുമ്പും ചർച്ച ചെയ്യണം. ആ ചർച്ച നടക്കട്ടെ. ജനാധിപത്യപരമായ ആ ചർച്ചയുടെ ഭാഗമായിട്ട് എന്ത് തീരുമാനവും കൈക്കൊള്ളാമല്ലോ. ഏകപക്ഷീയമായ ഏകാധിപത്യ പ്രവണത അംഗീകരിക്കാൻ കഴിയില്ല. സർവകലാശാലയുടെ ആക്റ്റും സ്റ്റാറ്റ്യൂട്ടും പാലിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം, സിൻഡിക്കേറ്റിൻ്റെ ആഗ്രഹം. സിൻഡിക്കേറ്റ് യോഗം വിളിക്കാൻ നിങ്ങൾ ആവശ്യപ്പെട്ടിരുന്നില്ല, അപ്പോൾ അതുണ്ടാവും പ്രതീക്ഷിക്കുന്നു. അല്ല, സിൻഡിക്കേറ്റ് യോഗം വിളിച്ച് ഇത്രയും വിവാദങ്ങളിലൂടെ ഈ സർവകലാശാലയുടെ പേര് മോശപ്പെടുത്തുന്ന ഒരു നടപടിക്രമങ്ങൾ ഈ പൊതുസമൂഹത്തിൽ ഉണ്ടാകുമ്പോൾ അതിനെ സംബന്ധിച്ച് വിശദമായി സിൻഡിക്കേറ്റ് ചർച്ച ചെയ്യണം. സിൻഡിക്കേറ്റാണ് അതിനകത്ത് വ്യക്തത വരുത്തേണ്ടത്. ആ അടിസ്ഥാനത്തിലാണ് ഞാൻ കഴിഞ്ഞ ദിവസം വൈസ് ചാൻസലർക്ക് കത്ത് കൊടുത്തത് സിൻഡിക്കേറ്റ് യോഗം വിളിക്കണമെന്ന്. അദ്ദേഹം നമ്മുടെ കത്തില്ലാതെ തന്നെ സിൻഡിക്കേറ്റ് യോഗം വിളിക്കേണ്ടതാണ്, അത് വിളിച്ചില്ല. ആ സാഹചര്യത്തിലാണ് സിൻഡിക്കേറ്റ് യോഗം വിളിക്കണമെന്ന് തീരുമാനിച്ചത്. കാരണം എന്താ? സിൻഡിക്കേറ്റ് യോഗം വിളിക്കണമെന്ന് തീരുമാനിച്ചെന്താ? അദ്ദേഹം ഒരു റിപ്പോർട്ട് ഗവർണർക്ക് കൊടുത്തു എന്ന് പറയുന്നത്. അദ്ദേഹം റിപ്പോർട്ട് കൊടുക്കുമ്പം അദ്ദേഹവും കൂടി ഇതിനകത്ത് കക്ഷിയാണ്. അദ്ദേഹം കൂടെ കക്ഷിയായ ഒരു കേസിൽ പുള്ളിക്ക് എങ്ങനെ റിപ്പോർട്ട് കൊടുക്കാൻ കഴിയുക? അതായത് ഈ ഹാൾ അനുവദിച്ചതിനകത്ത് വൈസ് ചാൻസലർക്ക് ഉത്തരവാദിത്വമുണ്ട്, അദ്ദേഹത്തിൻ്റെ അറിവോടുകൂടിയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതെല്ലാം ചർച്ച ചെയ്യേണ്ട സിൻഡിക്കേറ്റാണ്. അതുകൊണ്ടാണ് സിൻഡിക്കേറ്റ് വിളിക്കാത്തത്. വൈസ് ചാൻസലർക്കും ഇതിൽ വീഴ്ച വന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സിൻഡിക്കേറ്റ് വിളിക്കാതെ മറഞ്ഞു നിന്ന്. കേരള സർവകലാശാല രജിസ്ട്രാർക്ക് സസ്പെൻഷൻ. കേരള സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാറിനെ വൈസ് ചാൻസലർ സസ്പെൻഡ് ചെയ്തു. ഗവർണറുടെ പരിപാടി അലങ്കോലമാക്കിയതിനാണ് നടപടി. പ്രജിത് മോഹനിലേക്ക് പോവുകയാണ്. പ്രജിത്ത്, ഇപ്പോൾ സർവകലാശാല സിൻഡിക്കേറ്റ് അംഗങ്ങൾ, ഇടത് പക്ഷത്തെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്, വൈസ് ചാൻസലർക്ക് ഇങ്ങനെയൊരു സസ്പെൻഷൻ തീരുമാനം കൈക്കൊള്ളാനാവില്ല, സിൻഡിക്കേറ്റിൽ ആലോചിക്കണം. മാത്രമല്ല, സിൻഡിക്കേറ്റ് യോഗം ചേർന്ന ശേഷം രജിസ്ട്രാർ തുടരും, നാളെയും അദ്ദേഹം ഓഫീസിൽ എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിലൊരു വെല്ലുവിളിയുടെ സ്വരമുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. അപ്പോൾ ഇത് വീണ്ടും ഒരു തുറന്ന യുദ്ധത്തിലേക്ക് പോവുകയല്ലേ? അങ്ങനെ തന്നെ വേണം അനിൽ വിലയിരുത്താൻ. കാരണം ഈ ഘട്ടത്തിൽ സിൻഡിക്കേറ്റ് അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടെങ്കിൽ വരുന്നത് വി സിയുടെ ഉത്തരവിനാണോ സിൻഡിക്കേറ്റിൻ്റെ ഈ പറയുന്ന തീരുമാനത്തിനാണോ എന്നുള്ള, അല്ലെങ്കിൽ കൂടുതൽ കരുത്ത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ എന്തായാലും വരും ദിവസങ്ങളിൽ ഉണ്ടാകും. അത് കൂടുതലൊരു നിയമയുദ്ധത്തിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയും ഈ ഘട്ടത്തിൽ തെളിയുന്നുണ്ട്. കാരണം വി സിക്ക് ഇത്തരത്തിൽ നടപടിയെടുക്കാം എന്നുള്ള നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇന്ന് രജിസ്ട്രാർക്കെതിരെ നടപടി ഉണ്ടായിരിക്കുന്നത്. ഇനി വി സി ആ നടപടി എടുത്തില്ല എങ്കിൽ ഗവർണർക്കും ഇടപെടാം എന്നുള്ള നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് രജിസ്ട്രാറായിട്ടുള്ള കെ എസ് അനിൽകുമാറിനെതിരെ ഇപ്പോൾ ഈ നടപടി ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അപ്പോൾ സിൻഡിക്കേറ്റിൻ്റെ അധികാരം എത്രത്തോളം എന്നുള്ളതടക്കമുള്ള ചോദ്യങ്ങളുണ്ട്. കാരണം യൂണിവേഴ്സിറ്റിയുടെ പരമാധികാരി വരുന്നത് ചാൻസലറായിട്ടുള്ള ഗവർണറാണ്. അത് കഴിഞ്ഞാൽ വൈസ് ചാൻസലർക്കാണ് യൂണിവേഴ്സിറ്റിയിൽ ഏറ്റവും അധികം അധികാരമുള്ളത്. അതിനുശേഷമാണ് മറ്റ് സംവിധാനങ്ങൾക്ക് എന്നുള്ള പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ അല്ലെങ്കിൽ അത് പറ്റിയുള്ള നിയമപരമായിട്ടുള്ള തർക്കങ്ങൾ ഇനി വരും ദിവസങ്ങളിൽ സജീവമാകും. അത് കോടതിയിൽ വരെ എത്താനുള്ള സാധ്യത ഈ ഘട്ടത്തിൽ നമ്മൾ കാണേണ്ടതുണ്ട്. ഓക്കെ, വളരെയധികം നന്ദി ശ്രീ ആർ വി ബാബു പ്രതികരിച്ചതിന്. ഞാൻ വീണ്ടും പ്രജിത്തിലേക്ക് പോവുകയാണ്. പ്രജിത്ത്, SFI വൈസ് ചാൻസലർക്ക് എതിരെ വൈസ് ചാൻസലറുടെ നടപടിയിൽ പ്രതിഷേധിച്ച് പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുമെന്ന് അറിയിച്ചിരിക്കുന്നു. മാത്രമല്ല, ഒരു ഭാഗത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പറയുന്നു നാളെ രജിസ്ട്രാർ ഓഫീസിലെത്തും എന്ന് പറയുന്നു. അദ്ദേഹത്തിൻ്റെ സസ്പെൻഷൻ അംഗീകരിക്കില്ല, സിൻഡിക്കേറ്റിൻ്റെ അനുമതി വേണം, ആ അനുമതി വൈസ് ചാൻസലർ തേടിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അതൊരു നിയമപ്രശ്നമായിട്ട് മാറുമോ?
നിയമപ്രശ്നമായി മാറാൻ തന്നെയാണ് അതിൽ സാധ്യത. കാരണം ഈ ഘട്ടത്തിൽ അതിൽ കൂടുതൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നുണ്ട്. കാരണം ഈ ഇത്തരമൊരു നടപടി സ്വീകരിക്കാൻ വൈസ് ചാൻസലർക്ക് അധികാരമുണ്ടോ ഇല്ലയോ എന്നുള്ളത് വ്യക്തമാക്കേണ്ടത് വൈസ് ചാൻസലറും സിൻഡിക്കേറ്റും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള നിയമ വിദഗ്ധർ കൂടിയാണ്. ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാകുന്നതനുസരിച്ച് വൈസ് ചാൻസലർക്ക് ഇത്തരമൊരു നടപടി എടുക്കാമെന്നുള്ളത് കൃത്യമായ നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് രജിസ്ട്രാർക്കെതിരെ സസ്പെൻഷൻ നടപടിയുമായി മുന്നോട്ട് പോയത് എന്നുള്ളതാണ്. വൈസ് ചാൻസലർക്കോ ഗവർണർക്കോ ഈ വിഷയത്തിൽ നടപടിയെടുക്കാം. ഇനി അത് വൈസ് ചാൻസലർ നടപടി എടുത്തില്ല എങ്കിൽ ഗവർണർക്ക് വിഷയത്തിൽ ഇടപെടാമെന്നുള്ള കൃത്യമായ നിയമോപദേശവും ഈ വിഷയത്തിൽ ലഭിച്ചിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി വന്നത് എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും രീതിയിലുള്ള നിയമപ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളത് കൂടുതൽ സങ്കീർണമായ നിയമ വിഷയമാണ്. അതുകൊണ്ട് തന്നെ അതൊരു നിയമവിദഗ്ധരാണ് അതിൽ ഉത്തരം പറയേണ്ടത്. പക്ഷേ ഈ ഘട്ടത്തിൽ ഇത്രയും വിവാദമായിട്ടുള്ളൊരു വിഷയത്തിൽ അധികാരമില്ലാത്തൊരു നടപടിയിലേക്ക് വൈസ് ചാൻസലർ പോകുമെന്ന് നമുക്ക് കരുതാനും വയ്യ. അതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം വൈസ് ചാൻസലർ നടപടിയെടുത്തു. ആ നടപടി നിയമപരമായി ചോദ്യം ചെയ്യുമെന്നുള്ളതല്ല സിൻഡിക്കേറ്റ് അംഗങ്ങളിലെ ഇടതു നേതാക്കൾ പറയുന്നത്. അവർ പറയുന്നത് ഈ നാളെ മുതൽ രജിസ്ട്രാർ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ജോലിക്ക് എത്തുമെന്നുള്ളതാണ്. അതായത് വൈസ് ചാൻസലറുടെ ഇത്തരം ഒരു ഉത്തരവ് ഇരിക്കുന്നു, അത് ഞങ്ങൾ പരിഗണിക്കുന്നില്ല. രജിസ്ട്രാർ നാളെ മുതൽ ഓഫീസിലെത്തും എന്നുള്ളൊരു ധിക്കാരപരമായ ഒരു നിലപാട് അതിലുണ്ട് എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. പക്ഷേ അതിനൊരു സാധാരണഗതിയിൽ ഉണ്ടാകുന്നതാണ്. കാരണം കേരളത്തിൽ പലയിടത്തും SFIയുടെ സമ്മേളനം നടക്കുന്നതനുസരിച്ച് സ്കൂളുകൾ പ്രവർത്തിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതിന് പോലുമുള്ള അധികാരം ഇടത് നേതാക്കൾക്ക് നൽകിയിട്ടുള്ളൊരു നാടാണ്.